ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും ആലുവ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമായില്ല. പണി പൂർത്തിയാവാതെ പൊളിച്ചിട്ടിരിക്കുന്നതും ബസ് സ്റ്റാൻഡിൽ ശൌചാലയങ്ങൾ ഇല്ലാത്തതും യാത്രക്കാരെ വലയ്ക്കുകയാണ്. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ബിജെപി ആരോപിച്ചു. കഴിഞ്ഞ ഡിസംബർ 1-ന് പണി പൂർത്തിയാകുമെന്നാണ് സ്ഥലം എംഎൽഎ അൻവർ സാദത്തും സർക്കാരും അറിയിച്ചത്. പണി പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, എപ്പോൾ പൂർത്തിയാകുമെന്ന നിശ്ചയവുമില്ല. ബസ് സ്റ്റാൻഡ് പുതുക്കി നിർമ്മിക്കാൻ 12 കോടി രൂപയാണ് അനുവദിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും ബസ്സുകൾ നിർത്തിയിടുന്ന ഇടങ്ങളിൽ ഇന്റർലോക്ക് പാകുന്നതടക്കമുള്ള പ്രവർത്തികളാണ് നടപ്പാക്കേണ്ടത്. നിർമ്മാണം തുടങ്ങി 5 വർഷമാകുമ്പോഴും ബസ് സ്റ്റാൻഡ് പ്രവർത്തനയോഗ്യമായിട്ടില്ല. യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കുവാനോ ബസ്സുകൾ പാർക്ക് ചെയ്യാനോ ആകാത്ത സ്ഥിതിയാണ്. ഒരു യാത്രക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥത അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അത്ര ബുദ്ധിമുട്ട്. എങ്ങനെയെങ്കിലും ഇത് ഒഴിവായി കിട്ടണം. ഇവിടുന്ന് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് എറണാകുളത്ത് എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ അത്ര ഒരു അസ്വസ്ഥതയാണ് കിട്ടുന്നത്. യാതൊരു സൗകര്യങ്ങളും കിട്ടുന്നില്ല. നടക്കാൻ സൗകര്യമില്ല. ഏതാനും പേര് ഒരു 10-50 പേർക്ക് മാത്രം നിൽക്കാൻ സൗകര്യമുള്ള ഒരു ഷെഡാണ്, വെയിറ്റിംഗ് ഷെഡാണ് മിനിമം. അപ്പോൾ ഒന്ന് നിൽക്കാനുള്ള സൗകര്യം കിട്ടില്ല വെയിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ അസ്വസ്ഥമാണ് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ആലുവയുടെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് ആലുവ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ. ഇന്ന് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ആലുവയ്ക്ക് ഒരു ഭൂഷണമല്ല. നിർമ്മാണത്തിലെ അനാസ്ഥയും അഴിമതിയും സംബന്ധിച്ച ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബിജെപി. സമരം ചെയ്താൽ ജനങ്ങൾ ശ്രദ്ധിക്കും. എംഎൽഎയും ഇവിടുത്തെ കെഎസ്ആർടിസിയിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി അവർ അത് പുറത്തു പറയുകയാണ്. ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാൻ പാടില്ല, അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിഷേധാത്മക നിലപാടുകൾ ഞങ്ങൾ പരിഗണിക്കാതെ ഈ വെയിലത്ത് ഈ കത്തി ഒലിക്കുന്ന ഈ ടാറിന് മുകളിൽ ഞങ്ങൾ ഇന്ന് ഒരു ദിവസത്തോളം ഞങ്ങളിവിടെ മണ്ഡലം അധ്യക്ഷ നേതൃത്വത്തിൽ ഉപവാസ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ടോക്കൺ സമരമാണെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും സൗകര്യമില്ല. പല ദീർഘദൂര ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതും പതിവായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.